ഇന്നത്തെ വീഡിയോ പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ഇറച്ചിക്കറീൻ്റെ റെസിപ്പിയാണ്. ഇറച്ചിക്കറി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം. കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 തണ്ട് കറിവേപ്പില, 2 തണ്ട് മല്ലിയില, പിന്നെ കുറച്ച് പച്ചമുളക്, 2 തക്കാളി, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ ഗ്രാമ്പൂവിൻ്റെ ഇല. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമല്ലിയാണ്. അപ്പം മല്ലി ഒന്ന് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അത് നമുക്കിനി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫൈൻ പൗഡർ ആയിട്ട് വരണമെന്നില്ല, അത്യാവശ്യം ഒരു ഇതിൽ കിട്ടിയാൽ മതി. ഇനി ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയും നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി ഈ സാധനങ്ങളെല്ലാം കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴച്ചെടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി കൂടുതലോ കുറച്ചിട്ടോ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് പാകമാണോ എന്നുള്ളതും നോക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ ഗ്രാമ്പൂവിൻ്റെ ഇലേൻ്റെ ഒരു കഷ്ണം. മസാല ഇതിൽ കൂടുതലാവാൻ പാടില്ല, കാരണം ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ ആ ഒരു ടേസ്റ്റ് അധികം ആവശ്യമില്ല, നാടൻ ചിക്കൻ കറി ആയതുകൊണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പെരുംജീരകം, അതായത് വലിയ ജീരകം ഒരു പിഞ്ചളവിൽ ചേർത്ത് കൊടുത്ത് മൂടി വെച്ചിട്ട് ഒരു 10 to 20 മിനിറ്റ് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല പോലെ തിളച്ച് വരുന്ന ഈ സമയത്ത് അതിലേക്ക് ഇനി മല്ലിയില, കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 20 മിനിറ്റ് 25 മിനിറ്റിനുള്ളിൽ നമ്മളെ ചിക്കൻ കറി റെഡി ആയിരിക്കും. തീ ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാൻ നേരത്ത് ഇതിന് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എന്തായാലും ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ്. പണ്ടത്തെ രീതിയിലുള്ള ഒരു കറിയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ളൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.